നാട്ടിലിപ്പോൾ പരക്കെ ഒരു ചൊല്ലാണ്, ചുവപ്പ് നരച്ചാൽ കാവിയാകും. ഇപ്പോൾ മധു മുല്ലശ്ശേരി എന്ന് പറഞ്ഞ CPM-ൻ്റെ ഏരിയ സെക്രട്ടറി, ദീർഘകാലം ഏരിയ സെക്രട്ടറി ആയിരുന്നു. അവിടെ പാർട്ടിക്ക് ആസ്ഥാനം ഉണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞ് 27 ലക്ഷം രൂപ മിച്ചവും ഉണ്ടാക്കി കൊടുത്ത ആളിൻ്റെ മകൻ DYFI നേതാവ്, മകൾ DYFI നേതാവ്, അമ്മ CPM നേതാവ്, ഇവരെല്ലാം കൂട്ടത്തോടെ BJP ആയി. അന്തർധാര സജീവമാണോ, അതോ CPM-ൽ നിന്ന് പോയാൽ സ്വാഭാവികമായി BJP ആണോ? അങ്ങനെയില്ല. CPM-ൽ നിന്ന് പോയാൽ കോൺഗ്രസ്സിലും ഒക്കെ ചേരാം, കോൺഗ്രസ്സിൽ നിന്ന് CPM-ൽ ചേരാം, അതിനും തടസ്സമൊന്നുമില്ല. ഇതിപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു കാലുമാറ്റം വലിയൊരു സാധനമൊന്നുമല്ല എന്നൊരു അന്തരീക്ഷം കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. സാധാരണ നടപടിയാണ്. ആദ്യം അതുണ്ടായിരുന്നു. ഈ അന്തരീക്ഷം 60-കളിലൊക്കെ 70-കളിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുന്നണി രാഷ്ട്രീയം വന്നപ്പോൾ അത് വലിയൊരു കുറച്ചിലാണെന്നുള്ള ഒരു ഫീല് മാറി ഇതായി. കാലുമാറ്റത്തിലൊക്കെ നമ്മൾ പണ്ടേ ഉസ്താദുക്കളൊക്കെയാണ്, പാർട്ടി മാറുക, കാല് മാറുക, മുന്നണി മാറുക, ഇതൊക്കെ. ബട്ട് അതൊരു അല്പം കുറച്ചിലാണ് എന്ന് വെച്ചിരുന്നു. ബട്ട് ഇങ്ങനെ കുറച്ചിലാണ് എന്ന് ഇരിക്കുന്ന സമയത്ത് തന്നെ കാലുമാറിയ ആൾക്കാരുമുണ്ട്. ലോനപ്പൻ നമ്മടം കാലുമാറിയിരുന്നു, ശെൽവരാജ് കാലുമാറിയിരുന്നു, ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ട് താൻ, ജനപിന്തുണയുണ്ട് അവർക്ക്. പാർട്ടി വഴി മാത്രം ലീഡറായ ആൾക്കാരല്ല. ഇപ്പോൾ സംഭവിക്കുന്ന ആളുകൾക്ക് അവർ വാസ്തവത്തിൽ പാർട്ടിയാണ് അവരുടെ മേൽവിലാസം. CPM ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും പാർട്ടിയാണ് മേൽവിലാസം. ഒറ്റയ്ക്ക് ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇയാളും ഇയാളുടെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇറങ്ങും എന്നുള്ളതല്ലാതെ വേറെ ആരും ഇറങ്ങില്ല. ഒരു ഗ്രൗണ്ട് ലെവലിൽ വലിയൊരു ഗ്രൗണ്ട് സ്വെൽ ഉണ്ടാക്കാൻ ഇവർക്ക് സാധ്യമല്ല. ഇപ്പോൾ MV രാഘവൻ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയതല്ല, പുറത്താക്കി. MV രാഘവൻ്റെ രണ്ടാമത്തെ യോഗം എറണാകുളത്ത് രാജേന്ദ്ര മൈതാനിലായിരുന്നു. ഞാൻ പോയിരുന്നു. MV രാഘവൻ്റെ പ്രസംഗം, അതിൽ കൂടിയ ആൾ. ഗൗരിയമ്മയെ പുറത്താക്കി. ഗൗരിയമ്മയുടെ റെക്കോർഡ് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്മേളനം എന്ന് പറയാൻ ഗൗരിയമ്മ. 33,000 പേരാണ് ആ പൊന്നാമളി എന്ന കൊച്ചു സ്ഥലത്ത് ഹൈവേ ഒക്കെ ബ്ലോക്കാക്കി നാശമാക്കുന്നത്. ഭയങ്കരമാണ്. 33,000. അങ്ങനെ ഒരു ക്രൗഡ്. ഇപ്പോൾ ഈ ഏത് പാർട്ടിയിൽ നിന്നായിക്കോട്ടെ ഇറങ്ങിപ്പോകുന്ന ആൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10,000 പേര് വരുന്ന ഒരു സ്റ്റേച്ചർ അയാൾക്കുണ്ടോ? ഞാൻ ആകെ അത് കണ്ടത് PV അൻവറിലാണ്. PV അൻവറിനും അത് നിലനിർത്താൻ സാധിച്ചില്ല. ചേലക്കരയിൽ മത്സരിച്ചപ്പോൾ 3,720 വോട്ട് ആയി. ബട്ട് ഒരു കാര്യം, PV അൻവർ അന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ PV അൻവറിന് അദ്ദേഹത്തിൻ്റെതായ കുറച്ച് ചീത്തപ്പേര് നേരത്തെ സമ്പാദിച്ചു വെച്ചതുകൊണ്ട് അത് ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് PV അൻവർ നിന്നത്. MV രാഘവനോ ഗൗരിയമ്മയോ അങ്ങനെയല്ല. പ്രത്യേകിച്ചും ഗൗരിയമ്മ ആർക്കും ഒരു പരാതി പറയാൻ കൊടുക്കാത്ത, അവരുടെ ഒരു താൻപോരിമ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഇടവ് പോടോ എന്നൊക്കെ വിളിക്കും. എന്നെയൊക്കെ അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത്. എനിക്കതിൽ വിഷമവും തോന്നിയിട്ടില്ല. കാരണം ഞാനവരെ ആദ്യം കാണുമ്പോൾ തന്നെ അവർക്ക് 72 വയസ്സുണ്ട്, എനിക്കന്ന് 40 വയസ്സ് മറ്റുള്ളൂ. ഒബ്വിയസ്ലി ആ അമ്മൂമ്മയുടെ ഒരു സ്നേഹം ആ വിളിയിലുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സാണ് പൊളിറ്റിക്സിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത്. മറ്റേ ചുമ്മാ എനിക്ക് ഇവിടെ സ്ഥാനം കിട്ടിയില്ല എന്നാൽ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് പോവാണ്. ഇതിൽ കവിഞ്ഞുള്ള പ്രാധാന്യമൊന്നും ഈ അടുത്ത കാലത്ത് നടന്ന മാറ്റങ്ങൾക്കൊന്നും ഞാൻ കാണുന്നില്ല. ഇവരൊക്കെ പറയുന്നത് എന്താണ്? സദ്യയ്ക്ക് എനിക്ക് ചോറ് തന്നില്ല, അല്ലെങ്കിൽ ആദ്യം മറ്റവന് ചോറ് കൊടുത്തു, എനിക്ക് തന്ന പാളയംകുടം ഇങ്ങനെ വളഞ്ഞിരുന്നു, നേരെയുള്ളത് തന്നില്ല, നേരെയുള്ളത് സുനിലിന്. എനിക്ക് പപ്പടം ചോദിച്ചപ്പോഴാണ് തന്നത്, സുനിലിന് ചോദിക്കാതെ തന്നെ കൊടുത്തു. ഇതൊക്കെയല്ലേ? ഇതല്ലാതെ കൊതിക്കറുവാണ് പ്രശ്നം. അതെ, അതുപോലെയുള്ള കാര്യങ്ങളിലാണ്. ഇതിന് കുഴപ്പമില്ല, രാഷ്ട്രീയത്തിൽ ഇതുമൊക്കെ ചെയ്യാം. ഇത് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ബട്ട് നിങ്ങൾക്കൊരു മാസ് ബേസും കൂടെ ഉണ്ടാവണം. ഇപ്പോൾ ഈ മാറിയ ആൾക്കാർക്കൊന്നും അതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ടി അതിനകത്ത് എൻ്റെ ഒരു സംശയം, ഇപ്പോൾ CPM-ൻ്റെ 8 വർഷക്കാലം ഈ മധു മുല്ലശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. 2 ടേം എന്ന് പറഞ്ഞാൽ 6 വർഷം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അതുതന്നെ 10-14 വർഷത്തെ വലിയ നേതൃത്വത്തിലുള്ള എക്സ്പീരിയൻസ്. അതിലേക്ക് വരുന്നത് CPM പോലെയുള്ള പാർട്ടിയിൽ കുറേ എക്സ്പീരിയൻസും അനുഭവ സമ്പത്തും പോസ്റ്റ് ഒട്ടിക്കലും ഒക്കെ നടത്തിയിട്ടാണ് വരുന്നത്. അങ്ങനെ വന്ന ഒരാൾ പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു. വിട്ട് കഴിയുമ്പോൾ അതുവരെ അസ്പൃശ്യത പറഞ്ഞിരുന്ന
BJPയിലേക്ക് പോകാൻ ഒരു മടിയുമില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പാർട്ടി സഖാക്കൾക്കിടയിൽ ഒരു ഹിന്ദു എലമെൻറ്റ് ബാക്കി കിടക്കുന്നത് കൊണ്ടാണോ? ഹിന്ദു എലമെൻ്റ് എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇസ്ലാമികവൽക്കരണം ഉണ്ടല്ലോ കുറേ കാലമായിട്ട് തുടങ്ങിയത്. അത് ഒരുപാട് പേരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതവരുടെ ഹിന്ദു വികാരം കൊണ്ടല്ല, ഈ പാർട്ടി തന്നെ വേറൊരു ഗ്രൂപ്പ് അങ്ങ് കൈക്കലാക്കുന്നു. അത് പക്ഷേ ഈ മധു മുല്ലശ്ശേരിയുടെ കാര്യത്തിലൊക്കെ അത് സംഭവിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആലപ്പുഴയിൽ അത് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ആലപ്പുഴയുടെ സിഗ്നൽ നോക്ക്. ജി സുധാകരനെ KC വേണുഗോപാൽ പോയി കാണുന്നു. പോയി കണ്ട് പുറത്തിറങ്ങിയില്ല. അതിനു മുമ്പേ MV ഗോവിന്ദൻ ജി സുധാകരനെ വിളിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി ആലപ്പുഴക്കാരെ ശാസിക്കുന്നു. എന്തുകൊണ്ട് സുധാകരനെ യോഗത്തിലേക്ക് വിളിച്ചില്ല, പാർട്ടി യോഗത്തിലേക്ക്? അല്ല, അത് വയസ്സായി ഉപദ്രവിക്കേണ്ട, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ വിളിക്കണം. അദ്ദേഹം വന്നില്ല, എനിക്ക് സുഖമില്ലടൂ, അവിടെ നടക്കട്ടെ, എനിക്ക് അവിടെ വരെ വരാം, 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേട്ടോ. സുധാകരൻ കിടപ്പിലൊന്നും അല്ലല്ലോ. സുധാകരനെ മനഃപൂർവ്വം ഒതുക്കിയതാണ്. ഇത് ഒതുക്കിയത് ഈ ജിഹാദി ശക്തികളാണ്. മധുവിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. മധു ഏരിയ സെക്രട്ടറി ആയിരിക്കുമെന്ന് കരുതുന്നു. അപ്പോഴേക്ക് പെട്ടെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് പങ്കെടുത്ത ആളുകൾ പുതിയ ഏരിയ സെക്രട്ടറിയുടെ പേര് പറയുന്നു, ജലീൽ. അങ്ങനെ പ്രശ്നമുണ്ട്. ഒരു പക്ഷേ അതൊരു കാരണമാകും. പക്ഷേ ജലീൽ എന്നുള്ളൊരു പേര് വന്നതുകൊണ്ട് മാത്രം അത് സാധൂകരിക്കപ്പെടുന്നില്ല. ആലപ്പുഴയിൽ അങ്ങനെയല്ല. SDPIയുടെ കയ്യിലാണ് ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി, പ്രവർത്തനം മുഴുവൻ അവരുടെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് 21 പേര് നോട്ടീസ് അടിച്ച് ബാനർ കുട്ടനാട്ട് എഴുതി വെച്ചിട്ട് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. രാജിവെക്കുക എന്നൊരു സമ്പ്രദായം പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ട് പാർട്ടി റെക്കോർഡ് ചെയ്തത് അവരെ പുറത്താക്കിയെന്നാണ്. അപ്പോൾ ഈ മധു മുല്ലശ്ശേരിയും പുറത്താക്കിയതാണല്ലോ, അങ്ങേര് പുറത്ത് പോയതല്ല. അതിനു മുമ്പേ അങ്ങേര് പുറത്ത് പോയിരുന്നു എന്നുള്ളതാണ് സത്യം, ഇറങ്ങിപ്പോയി അങ്ങേര്. അപ്പോൾ ഈ പാർട്ടി ഇത്, പക്ഷേ മധു മുല്ലശ്ശേരിയുടെ കേസ് ജലീൽ എന്നുള്ള പേര് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ഫാക്ടർ നമ്മൾ റീഡ് ചെയ്യണ്ട, അത് ഓവർ റീഡിങ് ആയിപ്പോവും. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ഈ ജില്ലകളിൽ വളരെ ഫാസ്റ്റായിട്ട് ഈ പിടിമുറുക്കൽ നടക്കുന്നുണ്ട് ഇസ്ലാമിൻ്റെ. അല്ല, ഈ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരു ഹിന്ദു സഖാക്കൾ ഉണ്ടായി വരുന്നുണ്ടോ? ഉണ്ടായി വരുന്നുണ്ട്. അത് പാർട്ടിക്കകത്ത് മാത്രമേ, എല്ലാ സ്ഥലത്തും. കേരളത്തിൽ ഒരു ഹിന്ദു വോട്ട് ഉണ്ടായിക്കഴിഞ്ഞു. ഹിന്ദു വോട്ടിനെ മെല്ലെ രാഷ്ട്രീയ കക്ഷികൾ ഭയന്നും തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ശബരിമല നോക്ക്, 80,000 ഓൺലൈൻ ബുക്കിംഗ് മാത്രം, സ്പോട്ട് ബുക്കിംഗ് ഇല്ല. കുറച്ച് ബഹളം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞു, ഇത് തിരിച്ചടിയാകും, ശബരിമല പ്രശ്നം ഓർക്കണം, ഇതിൻ്റെ ഗുണം BJPക്ക് കിട്ടും. പെട്ടെന്ന് ദേവസ്വം ബോർഡ് ഓൺലൈൻ ബുക്കിംഗ് 70,000 10,000 സ്പോട്ട് ബുക്കിംഗ്. വ്യത്യാസം എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവർക്കും ഹാപ്പിയായി. കാരണം അപ്പോഴും ടോട്ടൽ 80,000 പേരെ ഒരു ദിവസം കയറ്റുന്നുള്ളൂ. 70 + 10 ആക്കിയെന്നേ ഉള്ളൂ. വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ബട്ട് പീപ്പിൾ വേറെ ഒരു പ്രായോഗിക മെച്ചമുണ്ട്. ഈ ഓൺലൈനും ബുക്കിംഗ് ഒന്നും അറിയാതെ കെട്ടുമുറുക്കി പോകുന്ന പാവങ്ങൾക്ക് സന്നിധാനത്ത് മല കയറാൻ പറ്റാതെ തിരിച്ചു വരേണ്ടി വന്നാലുണ്ടാകുന്നൊരു അപകടം ഒഴിവായിട്ടില്ല. കാരണം 10,000 പേർക്കല്ലേ സ്പോട്ട് ബുക്കിംഗ് ഉള്ളൂ. 10,000 ആൾക്കാരാണോ ഇങ്ങനെ വരുന്നത്? 10,001-ാമത്തെ ആൾ എന്ത് ചെയ്യും? അയാൾ തിരിച്ചു പോയാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ്. ഇറ്റ്സ് ഓൾ ഫുളിഷ്. ബട്ട് ദെൻ അങ്ങനെയാണ് പൊളിറ്റിക്സ്. നമ്മുടെ പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് കൽപ്പാത്തി രഥോത്സവം. കൽപ്പാത്തി രഥോത്സവം വളരെ പണ്ട് മുതലുള്ളതാണ്. ഞാൻ പാലക്കാടുള്ള കാലത്ത് നേരിട്ട് കണ്ടതാണ് കൽപ്പാത്തി രഥോത്സവം. ഇന്ന് വരെ കൽപ്പാത്തി രഥോത്സവം കേരളത്തിലെ ചാനലുകൾ കവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പത്രങ്ങളുടെ പാലക്കാട് എഡിഷനിലെ ലോക്കൽ പേജിൽ കൽപ്പാത്തി രഥോത്സവം വരും എന്നുള്ളതല്ലാതെ ഇങ്ങോട്ടൊക്കെയുള്ള നമ്മുടെ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ഒക്കെ ഉള്ളതിലൊന്നും കൽപ്പാത്തി രഥോത്സവം വരാറില്ല. ഇത്തവണ കൽപ്പാത്തി രഥോത്സവം ലൈവായിരുന്നു. എന്തുകൊണ്ടാണ്? ഹിന്ദു വോട്ടിനെ ഭയന്നിട്ടാണ്. കൽപ്പാത്തിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് പിടിക്കുന്നു, സരിൻ വോട്ട് പിടിക്കുന്നു. ഈ 2 പേര് വോട്ട് പിടിക്കുന്ന വിഷ്വൽസ് മലയാളം ചാനലുകൾ കാണിച്ചു. അതിലേറ്റവും അധികം വോട്ട് പിടിക്കുന്നത് ഇവർ കൽപ്പാത്തി നിന്നാണ്. കൽപ്പാത്തിയിലെ ബ്രാഹ്മണരുടെ ഒരു സ്റ്റാൻഡേർഡ് വേഷമുണ്ടല്ലോ, ഷർട്ടില്ല, പൂണൂല് കാണാം, ഒരു മുണ്ടെടുത്ത് സിമ്പിൾ
ഒരു 2 ദിവസം ഷേവ് ചെയ്യാൻ ബാക്കിയുള്ള താടിയുമായിട്ട് നിൽക്കുന്ന ഒരു രൂപം. ചിലർക്ക് കുടവേറുണ്ടാകും, ചിലർക്ക് കുടവേറില്ല, അകത്തേക്ക് പോയി കാണും വയറ്. ഇങ്ങനെയുള്ള ബ്രാഹ്മണർ ഇവരെ കാണിച്ചുകൊണ്ടേയിരുന്നു മാധ്യമങ്ങൾ. ഇത് കാണിച്ചത് ഹിന്ദു വോട്ടിനെ ഭയന്നിട്ടാണ്. ഹിന്ദു വോട്ട് കൗണ്ട്സ്. ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു വോട്ടിനെ എല്ലാവരും ഭയക്കുന്നത് കാണാം. ഇപ്പോൾ മുനമ്പത്തെ സംരക്ഷിക്കാനായിട്ട് എല്ലാവരും കൂടെ ഓടുന്നത് എന്തുകൊണ്ടാണ്? മുനമ്പംകാരോടുള്ള സ്നേഹം കൊണ്ടല്ല, അതിൻ്റെ ഗുണം BJPക്ക് കിട്ടുമെന്നുള്ള ഭയം കൊണ്ടാണ്. വേറൊന്നുമല്ല. മുനമ്പത്തോട് ഒരു സ്നേഹം ഇവർക്കില്ല. ഉണ്ടെങ്കിൽ പണ്ടേ ഇത് തീരേണ്ടതല്ലേ. ഇപ്പോൾ തുടങ്ങിയതൊന്നും അല്ലല്ലോ മുനമ്പത്തെ പ്രശ്നം. 1992 മുതൽ മുനമ്പത്ത് പ്രശ്നം നടക്കുന്നു. ആരെങ്കിലും അറിഞ്ഞു ഇത്? 2009 പ്രശ്നം രൂക്ഷമായി. വഖഫ് ബോർഡ് അവകാശം സ്ഥാപിച്ചു. അപ്പോഴൊന്നും ഇല്ലാത്ത സ്നേഹം ഇപ്പോൾ ഉണ്ടാവാൻ കാര്യം എന്താ? കാരണം ആദ്യം അവിടെ ഈ ക്രിസംഗി എന്ന് വിളിക്കുന്ന ഒരു ടീമുണ്ടല്ലോ, അവരിതിനെ വേറൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളുമായിട്ട് ചേർന്ന് BJPയുമായിട്ട് ചേർന്ന് എന്നൊക്കെ പറഞ്ഞു. ഉടനെ പ്രശ്നമായി. ഹിന്ദു ഐക്യവേദി സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ അവിടെ പോയി. ഈ പറഞ്ഞ ക്രിസംഗി ടീമിൽ ഇത് കഴിഞ്ഞപ്പോഴാണ് സഭ പോലും മുനമ്പത്തിടപെട്ടത്. സഭാ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി ഞാനിത് പറയാൻ തയ്യാറാണ്. എത്ര കാലം കഴിഞ്ഞാണ് നിങ്ങൾ മുനമ്പത്തിടപെട്ടത്? ഒരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി വന്നു കളയുമോ എന്ന് ഭയന്നിട്ട് അത് തടയാൻ വേണ്ടിയിട്ടാണ് സഭാ നേതാക്കൾ ഇറങ്ങിയത്. അതും ഏറ്റവും അവസാനം ഇറങ്ങിയത് എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. ഏറ്റവും അവസാനം ചങ്ങനാശ്ശേരിക്കാർ വരെ വണ്ടി പിടിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വള്ളവും തോളത്ത് വെച്ചുകൊണ്ട് അവർ വന്നു. അപ്പോഴും എറണാകുളം അങ്കമാലി അനങ്ങിയില്ല. കാരണം അവർ ലത്തീൻ കത്തോലിക്കര. വെറുതെ ഞാൻ ഇതിക്കുള്ളൊന്നും പറയണില്ല. എനിക്ക് ഈ വേണ്ടാത്ത പൊളിറ്റിക്സ് ഉണ്ടല്ലോ. കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്, ഹിന്ദു വോട്ടിനെ സകലവരും ഭയക്കുന്നൊരു സ്ഥിതി വരുന്നു. അത് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും അത് വരണം. നാളെ ഹിന്ദുവിനെയും രാഷ്ട്രീയക്കാരൻ ഓച്ചാനിക്കണം. ഇപ്പോൾ ഓച്ചാനിക്കുന്നില്ല. സമസ്തയുടെ മുമ്പിൽ നാസർ ഫൈസി കൂടത്തായി എന്നൊക്കെയുള്ള പേരുകൾ, ജഫ്രി മുത്തുക്കോയത്തങ്ങൾ, ഈ കേരള രാഷ്ട്രീയത്തിൽ ഈ പേരുകളൊക്കെ സുനിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? വളരെ കുറച്ച് കാലമായി. സുനിൽ കലാകൗമുദിയിൽ കുത്താൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? അന്നൊക്കെ ഈ സാധനം കേട്ടിട്ടുണ്ടോ? എനിക്ക് അവരോട് വ്യക്തിപരമായ ശത്രുതയുണ്ട് കേട്ടോ, അവരെ പരിഹസിച്ച് പറയുന്നതല്ല. ഈ പേരുകളൊക്കെ, അതായത് ഏകദേശം സെമി മത നേതാക്കൾ അല്ലെങ്കിൽ പൂർണ്ണ മത നേതാക്കൾ, ഇവരുടെ പേരുകൾ നമ്മളുടെ പബ്ലിക് ഡൊമൈനിൽ വരുന്നു. അവരുടെ പ്രസ്താവന വിവാദമാകുന്നു, അതിനോട് പ്രതികരണം ഉണ്ടാകുന്നു, മെല്ലെ അവർ അസർട്ട് ചെയ്ത് വരുന്നു. ദിസ് ഷോസ് ഇസ്ലാം ഈസ് സ്ലോലി സ്റ്റാർട്ടിങ് കൺട്രോളിങ് യുവർ പബ്ലിക് ഡിബേറ്റ്. നാച്ചുറലി ഇപ്പുറത്ത് റിയാക്ഷൻ ഉണ്ടാകും. ആ റിയാക്ഷനെയും ഭയക്കേണ്ടി വരും. കാരണം അവരും ഹിന്ദുക്കൾ ഇപ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷമാണ് കേട്ടോ. വെറുതെ ഹിന്ദു ഭൂരിപക്ഷമാണെന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കേണ്ട. ഞാൻ ഇവരോടൊക്കെ പറയുകയാണ്, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, ഒരുപാട് പേരുണ്ടല്ലോ, അവരോട് കൈകൂപ്പി ഞാൻ പറയുകയാണ്, നിങ്ങൾ ന്യൂനപക്ഷമാണ് സാർ. സെൻസസ് എടുക്കാത്തതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. സെൻസസ് ഫിഗേഴ്സ് വരട്ടെ. പിന്നെ ശക്തി കൊണ്ടും ആധിപത്യം കൊണ്ടും പണ്ടേ നിങ്ങൾ ന്യൂനപക്ഷമാണ്. എണ്ണം കൊണ്ടായിരുന്നു ഭൂരിപക്ഷം. ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 54%, 46% എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷത്തിന് ജസ്റ്റിസ് KT തോമസ് പറഞ്ഞിരുന്നു, ന്യൂനതയുള്ളതാണ് ന്യൂനപക്ഷം, അല്ലാതെ എണ്ണത്തിൽ കുറവുള്ളതല്ല. നിങ്ങൾക്ക് വല്ല ന്യൂനതയുണ്ടോ? ഇല്ല. ഇനി അഥവാ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇവർക്കുമുണ്ട്, ഹിന്ദുക്കൾക്കുമുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷം എന്നുള്ള ക്ലെയിം പാടില്ല എന്നാണ് ജസ്റ്റിസ് KT തോമസ് പറഞ്ഞത്. അതാണ് ആർഗ്യുമെൻ്റ്. അതാണ് ന്യൂനതയുള്ളവനാണ് ന്യൂനപക്ഷം, അല്ലാതെ എണ്ണത്തിൽ കുറവുള്ളവനല്ല. എണ്ണത്തിൽ കുറവാണ്. അദാനിമാർ അംബാനിമാർ എണ്ണത്തിൽ എത്രയുണ്ട്? വളരെ കുറവാണ്. പക്ഷെ അവരുടെ ശക്തിയോ, ക്ലൗട്ട് എത്രയാണ്? ഇതാണ് ജസ്റ്റിസ് KT തോമസിൻ്റെ പോയിന്റ്. എനിവേ, ഒരു ഹിന്ദു വോട്ട് കേരളത്തിൽ ഉണ്ടായി വരുന്നു. അതിനെ ആളുകൾ ഭയക്കുന്നു. ഹിന്ദു സഖാക്കളുമുണ്ട്, ഇത്തരം ഹിന്ദു സഖാക്കളുണ്ട്. ആ ചിന്താഗതി പാർട്ടിയിൽ പരക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചുവപ്പ് കാവ്യാകാൻ വലിയ താമസമൊന്നും വേണ്ട. പക്ഷേ ഈ ചുവപ്പ് നരച്ച് കാവ്യാകുന്നതോ അങ്ങനെയൊന്നുമല്ല. അതിൽ ഐഡിയോളജിക്കൽ എലമെൻറ്റ് കുറവാണ്. ഇപ്പം അസൂയയുടെ എലമെൻ്റാണ് കൂടുതൽ. എന്നെ ആക്കിയില്ല, എനിക്ക് സ്ഥാനം കിട്ടിയില്ല എന്നുള്ളത്. ബട്ട് അത് പോയിട്ട് പതുക്കെ ഐഡിയോളജി തലത്തിലേക്ക് പോകും.
ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ശിവസേന തുടങ്ങിയത് എങ്ങനെയാണ്? മണ്ണിൻ്റെ മക്കൾ വാദവുമായിട്ടാണ്. വളരെ പരോക്കിയലായിട്ടുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ശിവസേനയുടെ തുടക്കത്തിൽ. അതിനെ വികസിപ്പിച്ച് ഹിന്ദുത്വത്തിലേക്ക് കൊണ്ടുവന്നത് ബാൽ താക്കറെയാണ്. അതുപോലെ ഈ മാറ്റത്തിന് മെല്ലെ ഒരു സൈദ്ധാന്തികമായ ആശയത്തിൻ്റെ അടിത്തറ വരും. പലപ്പോഴും ഇതുപോലത്തെ വഴക്കുകൾ തുടങ്ങുന്നത് ഇതുപോലെ നിസ്സാര പിന്നീടാണത് വലിയ മൂവ്മെൻ്റ് ആകുന്നത്. അങ്ങനെ ആയി വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.